ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തിനാല് മദദിനാല് അവിടുത്തെ പൊരുത്തത്തിനാല് അല്ലാഹു നമുക്കെല്ലാം അല്ലാഹുവേ നീ റാഹത്തിലും സന്തോഷത്തിലും നീ ആക്കി തരണേ അല്ലാഹ്. ഒരു ബലായിലും ഒരു മുസീബത്തുകളിലും ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ റഹ്മാനെ. ഇന്നലെ ഷാർജയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ ഒരു എയർ അറേബ്യ വിമാനം കണ്ണൂരിലേക്ക് പുറപ്പെട്ട വിമാനം അല്ലെ, കോഴിക്കോടേക്ക് പുറപ്പെട്ട ഒരു വിമാനം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് വീണ്ടും ഷാർജ എയർപോർട്ടിലേക്ക് തന്നെ തിരിച്ചു ഇറക്കുകയുണ്ടായി. എന്താണ് ഇതിന്റെ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ വളരെ വിചിത്രമായ ഒരു കാരണം, അഥവാ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നെ അയാളെ കുറിച്ച് പറയാൻ പറ്റും, മനുഷ്യനൊന്നും പറയാൻ പറ്റൂല എന്നാണ് തോന്നുന്നത്. അദ്ദേഹം ഫ്ലൈറ്റിൽ നിന്ന്, ഫ്ലൈറ്റിന്റെ അകത്തളങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. പലരെയും അടിക്കുന്നു, സ്ത്രീകളോടൊക്കെ വളരെ മോശമായി പെരുമാറുന്നു. വല്ലാത്തൊരു അവസ്ഥ, ഫ്ലൈറ്റിന്റെ അകത്തളങ്ങളിൽ മുഴുവനും വല്ലാത്തൊരു വിഷമകരമായൊരു സാഹചര്യം. അടിയന്തിരമായി ആ ഫ്ലൈറ്റിന് 1 മണിക്കൂറിന് ശേഷം വീണ്ടും ഷാർജ എയർപോർട്ടിലേക്ക് തിരിച്ചിറക്കേണ്ടി വന്നു. ഈ വ്യക്തി യഥാർത്ഥത്തില് ഫ്ലൈറ്റിന്റെ അകത്തളങ്ങളിൽ നിന്ന്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്ന് പലരെയും അടിക്കുവാനും അസഭ്യങ്ങൾ പറയുവാനും മോശമായി പെരുമാറാനും ഉണ്ടായ ഹേതു എന്താണ്? അദ്ദേഹം നന്നായി മദ്യപിച്ചു. സ്വാഭാവികമായും മദ്യപാനം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാ തിന്മകളുടെയും താക്കോലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അകത്ത് കിടന്നാൽ പിന്നെ ലവലേശം ബോധം ഉണ്ടാവുകയില്ല. അപ്പൊ ഈ ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുമ്പോ അതിന്റെ ഉള്ളിലൂടെ യാത്ര എപ്പോഴും ഒരു ബേജാറിന്റെ ഒരു യാത്രയാണല്ലോ. ആകാശത്തിന്റെ മുകളിലൂടെയുള്ള ഒരു യാത്ര, എന്തും സംഭവിക്കാവുന്ന ഒരു യാത്ര. ആ യാത്രയിൽ ഈ യാത്രക്കാരൻ മദ്യപിക്കുകയാണ്. അത് മാത്രമല്ല, ഈ മദ്യപിച്ച വ്യക്തി നമ്മുടെ ദീനിലെ പേരുകൊണ്ട് ഒരു മുസ്ലിം നാമധാരിയായ ഒരാളാണ് എന്നറിയുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. മരിക്കുന്ന സമയം ഈമാനോടുകൂടെ മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എല്ലാ ബലാ മുസീബത്തുകളിൽ നിന്നും, എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും അല്ലാഹു നമുക്ക് വലിയ കാവല് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇന്നൊരു വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹവുമായി കണ്ട് സംസാരിച്ച് അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് മദനീയത്തിന് വേണ്ടി ഈ വീട്ടിലേക്ക് വരുമ്പോ ഒരു 10 മിനിറ്റോളം നമ്മള് ഫ്ലൈറ്റ് ലിഫ്റ്റിൽ കൊടുക്കുകയുണ്ടായി. അല്ലാത്തൊരു പ്രയാസം നിറഞ്ഞൊരു സാഹചര്യമാണ്. അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഞാനിങ്ങനെ നോക്കി, സലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വെള്ളിയാപ്പള്ളി കാഫിയുണ്ട്, അതുപോലെ ആ വീട്ടുകാരന്റെ മകനുണ്ട്, അതുപോലെ വേറൊരു നഈമി ഉസ്താദുണ്ട്. നമ്മൾ 5 ആളുകൾ ഓവർലോഡായി. സ്വാഭാവികമായും ഈ ലിഫ്റ്റ് താഴേക്ക് പോയി. അത് ഓപ്പൺ ചെയ്യാത്തൊരു സാഹചര്യമുണ്ടായി. 10 മിനിറ്റ് നേരം ആ ലിഫ്റ്റിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലി. അപ്പോഴേക്കും അൽഹംദുലില്ലാഹ്
അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ ലിഫ്റ്റ് തുറന്നു നമ്മൾ പുറത്തേക്ക് വന്നു. അപ്പോഴും ഞാൻ നോക്കിയത് മൊബൈലിൽ ചാർജ് ഫുൾ ഉണ്ടോന്നാ. കാരണം ഇനി ഒരു പക്ഷെ മദനി അവിടെ നിന്നാണ് നടത്തേണ്ടതെങ്കിൽ അവിടുന്നെങ്കിലും മദനിയെ നടത്താലോ. അങ്ങനെ ഫ്ലൈറ്റ് ലിഫ്റ്റിൽ ഒരു മദനീയം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. തമാശ പറയുകയാണെങ്കിലും നമ്മൾ ആദ്യം ഏതൊരാളും ലിഫ്റ്റിന്റെ അകത്തളങ്ങളിൽ കുടുങ്ങിയാൽ ചെറിയൊരു പേടി ഉണ്ടാവും. ആ പേടിയിൽ നിൽക്കുമ്പോഴാണ് സലാം പറയും, ഞാൻ 3 മണിക്കൂർ കുടുങ്ങി ലിഫ്റ്റിന്റെ ഉള്ളിൽ, ഞാൻ 3 മണിക്കൂറിനാണ്. അപ്പൊ നമുക്കൊരു സമാധാനമായി. 3 മണിക്കൂർ ലിഫ്റ്റിലുണ്ടായ ആള് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ലിഫ്റ്റിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം സലാം പറയണത് അത് ഞാൻ നിങ്ങൾക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ ഒരു 3 മണിക്കൂർ കുടുങ്ങിയാലെന്നും മനുഷ്യന്മാര് ബേജാറായിട്ട് നിൽക്കാൻ കഴിയോ? ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവിധ അപകടങ്ങളിൽ നിന്നും ബലാ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നമുക്ക് നീക്കിത്തരട്ടെ. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ തൊട്ടെല്ലാം അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എത്ര നമുക്ക് കോൺഫിഡന്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് സമാശ്വാസമുണ്ട്, കൂടെ ആളുണ്ട്, അതല്ലെങ്കിൽ അവരൊക്കെ ചിരിക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ടൊക്കെ ആയിരുന്നാലും ഒരു ചെറിയ നിമിഷം നമുക്ക് എന്തും നമ്മൾ സുഗമമായി നടക്കുന്ന ഒരു വിഷയത്തിന് ഒരു ചെറിയ നിമിഷം എന്തെങ്കിലും ഒരു പോറലേറ്റാൽ അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഖൽബിന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ടാകും. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ബാത്റൂമിലേക്ക് ചെല്ലുകയാണ്, മൂത്രമൊഴിക്കാൻ പോവുകയാണ്, കാഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാള് കാഷ്ടിക്കാൻ വേണ്ടി അയാള് ബാത്റൂമിലേക്ക് കയറിയിട്ട്, അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി അയാള് ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ബാത്റൂമിൽ കയറിയിട്ട് ഒരു സെക്കൻഡ് നേരം മൂത്രം പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കാഷ്ടിക്കുന്ന കാഷ്ടം പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ അയാളുടെ മാനസികമായ അവസ്ഥ എന്തായിരിക്കും? എത്ര വലിയ പണമുണ്ടായാലും, എത്ര വലിയ സൗകര്യം ഉണ്ടായാലും, പർദീസ ഉണ്ടായാലും, ഒരു സമയം അല്പസമയം ഒന്ന് മൂത്രമൊഴിക്കാൻ കഴിയാതെ മൂത്രം അവിടെ ബന്ധായാൽ ഔദു ബില്ലാഹ്, റബ്ബ് തരുന്ന അനുഗ്രഹം എത്ര വലിയ അനുഗ്രഹമാണ്. ഓരോന്നിലും നമ്മൾ അറിയാതെ പെടുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒന്നിൽ കുടുങ്ങുമ്പോഴോ, യാഥാർത്ഥ്യത്തെ നേരിട്ട് മനസ്സിലാക്കുമ്പോഴോ ആണ് നമ്മൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് ഓർക്കുന്നത്. അല്ലാഹു എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് തന്നത്. യാതൊരു പ്രയാസവുമില്ലാതെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നില്ലേ? അല്ലാഹുവിനോട് നമുക്ക് ചോദിക്കാം, എല്ലാ സമയവും ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹുവേ, ഒരു ബലായിലും ഒരു മുസീബത്തിലും ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാ. നീ ഞങ്ങൾക്ക് മഹാന്മാരുടെ കാവല് തരണേ അല്ലാ. വലിയ ഇസ്സത്ത് ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. വലിയ റാഹത്ത് ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. ഒരു ബലായിലും ഒരു മുസീബത്തുകളിലും ഞങ്ങളെ നീ പെടുത്തല്ലേ റബ്ബേ.